ഇപ്പൊ ഓടിപ്പടച്ച് ഇങ്ങോട്ട് വരുമെന്ന് വേണ്ട കേട്ടോ. മോളുടെ അടുത്ത് ഞാനുണ്ട്, ഞാൻ നോക്കിക്കോളാം അവളെ. വിവരം പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ടാ വിളിച്ചേ. ആരാ സാറേ ആക്രമിച്ചത്? എന്തിനു വേണ്ടി അവരത് ചെയ്തത്? ശത്രുക്കൾ ഒരുപാടുണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ ശാന്തി? മുഖമില്ലാത്തവരും മുഖമുള്ളവരും. ആരുടെ ഭാഗത്തുനിന്നാണ് ഇങ്ങനൊരു നീക്കം ഉണ്ടായെന്ന് ഉറപ്പായിട്ട് ഞാൻ കണ്ടുപിടിക്കും. ഇരുൾമറ കൊണ്ട് ശ്രീനിവാസനെ തോപ്പിക്കാൻ അവർക്കാവില്ല. ഇത്രയും കാലം ഞാൻ കാണാൻ കാത്തു നിന്ന എന്റെ മോളുടെ ദേഹത്താ അവര് കൈവച്ചിരിക്കുന്നത്. ചെയ്തവരാരാണെന്നുണ്ടെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല. അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് സാറിനെ വിളിക്കണേ. വിളിക്കാം. ശാന്തി, മുറി ചെന്ന് തനിച്ചിരിക്കണ്ട. നിന്റെ മനസ്സിന്റെ അസ്വസ്ഥത എനിക്ക് മനസ്സിലാവും. ക്ഷീണമോ തളർച്ചയോ ഒക്കെ തോന്നിയാൽ അത് ബുദ്ധിമുട്ടാവും. നീ ഒരു കാര്യം ചെയ്യേ, പൂജാമുറി ചെന്നിരിക്കേ, മോക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഞാൻ വിളിച്ചോളാം. സാറിനറിയില്ലല്ലോ മോള് സുരക്ഷിതയായി ഗോപാലിന്റെ അടുത്തുണ്ടെന്ന്. എന്താ ഒരു വഴി? ആരും ഒന്നും അറിയാതെ അവളെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. മോളെ, മോളെ, മമ്മി, അയ്യോ ഈശ്വര, കണ്ടോ എന്റെ അവസ്ഥ കണ്ടോ മമ്മി? എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോ. അയാൾ തിരിച്ചു വരുന്നതിന് മുന്നേ എന്നെ ഇവിടുന്ന് ഒന്ന് കൊണ്ടുപോ. മോള് കൂട്ടുകാരികളുടെ കൂട്ടത്തില് ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? ആ അതെ. എവിടെ വെച്ച ആക്സിഡന്റ് നടന്ന്? അത് ഇവിടുന്ന് കുറച്ച് ദൂരെ. വഴിയിൽ വെച്ചൊരു ആക്സിഡന്റ് നടന്നിട്ട് നീ എങ്ങനെ കൃഷ്ണയുടെ പേരിൽ ഇവിടെ അഡ്മിറ്റഡ് ആവുന്നത്? അത് ആ കൃഷ്ണയെ സഹായിക്കുന്ന ഒരാളില്ലേ, അനിയ സാറ്. ഞാൻ ആക്സിഡന്റ് കഴിഞ്ഞ് കിടക്കുമ്പോ അയാളാ കണ്ടതും എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതും. അവളാന്ന് കരുതിയ എന്നെ ആ പേരിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നീ ഈ പറഞ്ഞൊക്കെ സത്യമാണോ കഥ? അതെ മമ്മി. ഗുണ്ടകളെ കൂട്ടിപ്പോയി ആ കൃഷ്ണനെ കൊല്ലാൻ ശ്രമിച്ചാരാ? ഞാൻ ചോദിച്ചു കേട്ടില്ല കഥ. നീ ഈ ഗ്രാമത്തിലേക്ക് വന്നത് ആ കൃഷ്ണനെ കൊല്ലാനല്ലേ? ആണെങ്കി മമ്മിക്ക് എന്താ? കൃഷ്ണ ചത്തുപോയാലും മമ്മിക്ക് എന്താന്ന്? പോരുത്. ഒരു ജീവനെടുക്കാൻ തീരുമാനിക്കാൻ മാത്രം വളർന്നോ നീ? മുമ്പ് പലപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കൃഷ്ണയോട് അമിത വൈരാഗ്യം വേണ്ടാന്ന്. അത് നിനക്ക് അപകടമാണ് പറഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ഇങ്ങനെയാണോ ഗാഥ നിന്നെ വളർത്തിയത്? ആരെങ്കിലും കൊല്ലാനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ ഞാന്? അതിന് ഗുണ്ടകളെ ഉപയോഗിക്കാനായിട്ട് ശീലിപ്പിച്ചിട്ടുണ്ടോ ഞാന്? നിന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ തകർത്ത് കളഞ്ഞു. നിനക്കൊരു ആപത്ത് പറ്റിയിട്ട് അതിലൊന്ന് വേദനിക്കാൻ കൂടെ എനിക്കിപ്പോ തോന്നുന്നില്ല. ആ കൃഷ്ണ ഒരു പാവ കൊച്ചാ. അവളെ നിന്നെ ചതിച്ചെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. എനിക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല എന്ന് കരുതി നീ എത്ര അധപതിച്ചാലും അത് കണ്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. എങ്ങനെയാ മോളെ നീ ഇങ്ങനെ ആയിപ്പോയെ? എന്തിനാ മോളിങ്ങനെ മമ്മി തോപ്പിക്കുന്നേ? കരയണ്ട മമ്മി, കരയല്ലേ. കരയില്ലേ മമ്മി?
ഇത് നീ സ്വയം വന്ന് വീണ കുഴിയാ. ഇതിന്ന് നിന്നെ എങ്ങനെ രക്ഷിക്കേണ്ടെന്ന് എനിക്കറിയില്ല. മമ്മി മോളിക്കുട്ടി, മോളുടെ അടുത്ത് ആവശ്യമില്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് എന്നെ വിളിക്കാൻ പറ്റത്തില്ല നിനക്ക്? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ മോളിക്കുട്ടി? അത് സർ, വരും, അടുത്തിരിക്കും, ചിലപ്പോ കണ്ണീരൊലിപ്പിച്ച് കാണിച്ചെന്നിരിക്കും. ജീവിതത്തിൽ അത്തരം അഭിനയങ്ങളൊക്കെ ഒരുപാട് നടത്തി പരിചയമുള്ളോളാ. എന്താ മാഡം, എന്താ ഇവിടെ? ഞാൻ ചോദിച്ചത് സിത്താര മേഡം കേട്ടില്ലേ? ഈ ഹോസ്പിറ്റലിൽ, ഈ മുറിയിൽ നിങ്ങൾക്ക് എന്താ കാര്യം എന്നാ ചോദിച്ചേ? എന്താ മോളെ ഇവിടെ നിന്നോട് പറഞ്ഞേ? നിനക്ക് പറ്റിയ അപകടത്തിൽ സങ്കടമുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു കാണും. ഇരുട്ടിന്റെ മറവിൽ കൊല്ലാൻ ആളെ വിടാനും പാതിരാത്രിയാകുമ്പോ അടുത്ത് വന്നിരുന്ന് ആശ്വസിപ്പിക്കാനും ഒരു പ്രത്യേക മികവ് തന്നെ വേണം. ആ, അതുണ്ട് സിത്താര ശ്രീനിവാസൻ എന്ന അയൻ ലേഡിക്ക്. മോളെ കൊല്ലാൻ ആളെ അയച്ചത് നീയല്ലേ? അല്ലേ? കൊല്ലാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ പിന്നെ അടുത്ത് വന്നിരുന്ന് സമാധാനത്തിന്റെ ദൂതയാവണം, അല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലേ? പിന്നെ എങ്ങനെ കൃഷ്ണ ഹോസ്പിറ്റലായിരുന്നു നീ അറിഞ്ഞു? കൃഷ്ണ വിളിച്ചു പറഞ്ഞോ അതോ മോളിക്കുട്ടി വിളിച്ചു പറഞ്ഞോ? ഈ പാതിരാത്രി ഇത്രയും ദൂരം യാത്ര ചെയ്ത് നീ എന്തിനു വന്നു? കൃഷ്ണനെ സമാധാനിപ്പിക്കാനോ? പറയാൻ. സിതാര ശ്രീനിവാസനെ എനിക്ക് നന്നായിട്ടറിയാം. ആളെ കൊല്ലാനും നീ മടിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒളിഞ്ഞോ തെളിഞ്ഞോ കൃഷ്ണമോളെ നീ ഉപദ്രവിക്കാൻ ശ്രമിച്ച വില കൊടുത്ത് വാങ്ങുന്ന ഗുണ്ടകളുടെ സഹായമൊന്നും വേണ്ട. അടച്ചുപൂട്ടി ഭദ്രമെന്ന് വിചാരിച്ചിരിക്കുന്ന നിന്റെ കൊട്ടാരത്തിലേക്ക് ഞാനങ്ങ് വരും. ആർക്കു മുമ്പിലും ഉയർത്തിപ്പിടിക്കുന്ന നിന്റെ ഈ ശിരസുണ്ടല്ലോ, അത് വെട്ടിത്താഴിടും ഞാൻ.